നമ്മുടെ നൈറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നൈറ്റ് പരിപാടിയാണ് എൻ്റെ കുക്കിംഗ്. ഈ കുക്കിംഗ് ഉണ്ടല്ലോ നൈറ്റിലാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ രാവിലെ എനിക്ക് പണി കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ നൈറ്റിൽ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് നൈറ്റിൽ അധികം പണികൾ ചെയ്യാൻ ഇഷ്ടമില്ല. കൂടുതലും എനിക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് TV കാണാനാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ കൂടുതലും സിനിമ കാണുന്നത് പഴയ പടങ്ങളാണ് കേട്ടോ. അപ്പോൾ പഴയ പടങ്ങൾ ഇപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഫുള്ള് യൂട്യൂബിലിരുന്നിട്ട് പഴയ പടങ്ങളാണ് കേട്ടോ കാണാൻ. പുതിയ പടങ്ങൾ ചില സമയത്ത് വൺ ടൈം വാച്ച് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ കേരള റൈസ് ആകുമ്പോൾ വേഗം കുറച്ച് താമസമായതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ റൈസ് കുക്കറിൽ ഇട്ടിട്ട് ഇറക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര മടിയാണ് കേരള റൈസ് കഴിക്കാൻ. എങ്കിലും എനിക്കിഷ്ടമായതുകൊണ്ട് എനിക്കും ഏട്ടനും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കും. എങ്കിൽ പോലും മോളുടെ ഇഷ്ടത്തിന് ബിരിയാണി റൈസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നൈറ്റിൽ മറ്റേ പയറുപ്പേരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പയർ മെഴുക്കുരുട്ടി ഉണ്ടാക്കണം. എൻ്റെ അമ്മയുടെ സൈഡിൽ പയർ മെഴുക്കുരുട്ടി എന്നാണ് കേട്ടോ പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ തേങ്ങാക്കൊത്തും നല്ല വെളിച്ചെണ്ണയിൽ മുളക് പൊടിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന പയറുപ്പേരി കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. കൂടുതൽ മുളക് പൊടി ഇടണ പയറുപ്പേരിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ മോനെ ഞാൻ പായൽ കിടത്തിയിട്ടുണ്ട്. അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എപ്പോഴാണ് കരയാന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ കിടന്ന് നല്ല കളിയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഒരു 10 മിനിറ്റ് കേട്ടോ കിടന്ന് കളിക്കുള്ളൂ. അപ്പോൾ ഞാനുണ്ടല്ലോ എടുത്തിട്ട് വരും കേട്ടോ. എടുത്തിട്ടാണ് ചിലപ്പോൾ കുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചോദിക്കും ഹസ്ബൻഡ് എവിടെയാണ്. ഹസ്ബൻഡ് ജോലിയിലായിരിക്കും, ചിലപ്പോൾ ഓഫീസിലായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും അവർക്കും വർക്ക് ഉണ്ടല്ലോ. അപ്പോൾ വർക്കില്ലാത്ത ദിവസം നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തും സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മോനെ എടുത്തിട്ട് ചെയ്യുമ്പോഴും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും സ്റ്റവിൻ്റെ അവിടെ നിന്ന് നീങ്ങി നിന്നിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് മെല്ലെ നീങ്ങി നിന്നിട്ട് പതുക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പേടി എനിക്കുണ്ട് കേട്ടോ. കാരണം തീൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെയിൽ വരുമ്പോൾ അത് പുറത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ ആ കട്ടയൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ അതിൽ വയ്ക്കുക. അപ്പോൾ ഡിസംബർ നവംബർ മാസത്തിലെ ഇവിടുത്തെ തണുപ്പ് പറയാതിരിക്കുക കേട്ടോ ഭേദം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, ഞാൻ അധികം കടുക് പൊട്ടിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇതൊന്ന് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് പയറിട്ട് കൊടുക്കാം. അപ്പോഴേക്കും എൻ്റെ അനിയത്തി കോൾ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പയറുപ്പേരി നല്ല തീരുമാനമായിട്ടുണ്ട്. എനിക്ക് പിന്നെ നല്ല വിശപ്പ് വന്നപ്പോൾ ഞാനൊരു ഗുലാബ് ജാം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് അനിയത്തി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾ ചെയ്യും. ഞാൻ കുക്കിങ്ങിലാണെങ്കിലും ഞാൻ ചുമ്മാ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അവളവിടെ ഇരുത്തിയിട്ട് പോകും കേട്ടോ. ഞങ്ങൾ സംസാരിക്കുക അങ്ങനെയൊക്കെയാണ്. ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ അവൾ വിളിക്കുമ്പോൾ മാത്രം കൂടുതലും നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ. നോക്കി നിൽക്കും. അപ്പോൾ കൂടുതലും ഞങ്ങളിങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ പയറുപ്പേരി ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നല്ല കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് ബാക്കി മോളിൽ എടുത്ത് മാറ്റിയതാണ് കേട്ടോ. ഞാൻ ഈ പയറുപ്പേരി വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. അടിയിലുള്ളത് മാത്രം നല്ലപോലെ കരിഞ്ഞു. അപ്പോൾ ഇനി മോളെ പഠിപ്പിക്കാൻ എടുത്തണം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മോളെ പഠിപ്പിക്കാൻ എടുത്തും. കന്നഡ ഉണ്ടോ. കന്നഡ സത്യം പറഞ്ഞാൽ വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാളാണ്, പറയാനും. അപ്പോൾ ഏതാന്നൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ മലയാളം പോലെ തന്നെ, പക്ഷെ സംഭവം പഠിച്ചു വന്നാൽ സിമ്പിളാണ് കേട്ടോ. മലയാളത്തെക്കാളും എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ എല്ലാം സെയിം കുത്തും കോമയും ഒക്കെയാണ് കേട്ടോ. മോൾക്ക് കന്നഡ കുറച്ചൊക്കെ എഴുതാൻ അറിയാം കേട്ടോ. അവൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് ഞാൻ ഫുഡ് കൊടുത്തു. മോളെ മേലെഴിച്ച് ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ നിലത്ത് കിടന്ന് ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വാശി പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ തോളത്തിട്ടിട്ട് കിടത്തിയിട്ട് മോൾക്ക് വാരി കൊടുക്കണേ. ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. വാരി കൊടുക്കണം. അപ്പോൾ കുറേശ്ശൊക്കെ വാരി കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് വേണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് മോള് സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. മോന് ഞാൻ സോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. രാത്രി ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. എനിക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കണം. പണ്ടും അതെ, ഇപ്പോഴും അതെ കേട്ടോ. തന്നെ കുറച്ച് വാരി കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഇടയ്ക്ക് തോന്നും. ബാക്കി ഫുഡ് ഞാനും കഴിച്ചിട്ട് എൻ്റെ ഫുഡ് അടിയും. അതോടുകൂടി ഞാൻ
അവസാനിപ്പിക്കട്ടോ. കിടക്കാറുമ്പോൾ ഞാൻ മേല് കഴുകിയിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഒരാൾ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട്, നിലത്താണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്